നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. നമ്മൾ വാർത്തയുടെ 1 മണിക്കൂർ യാത്ര ആരംഭിക്കുകയാണ്. ഇന്ന് നിരവധി വാർത്തകളുണ്ട്. സർക്കാരിനെ സംബന്ധിച്ച് അനുകൂലവും പ്രതികൂലവുമായ വാർത്തകളുണ്ട്. അതിവേഗ റെയിൽ വീണ്ടും ജീവൻ വെക്കുമോ എന്ന് തോന്നിക്കുന്ന ശ്രീധരന്റെ വാർത്താ സമ്മേളനവും അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളുണ്ട്. അപ്പോൾ എല്ലാം വിശദമായി തന്നെ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരേ ദിവസം സർക്കാരിനെ സംബന്ധിച്ച് അനുകൂലവും പ്രതികൂലവുമായി 2 കോടതി ഇടപെടലുകൾ നടന്ന ദിവസമാണ് ഇത്. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സ്പാർക്ക് ഡേറ്റ ഉപയോഗിച്ച് സന്ദേശങ്ങൾ അയച്ചതിനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഇന്നേറ്റത്. നടപടി പ്രഥമദൃഷ്ട്യാ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്ന് കോടതി നിരീക്ഷിച്ചു. അതേസമയം നവകേരള സർവേ റദ്ദാക്കിയ കേരള ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി ഇന്ന് സ്റ്റേ ചെയ്തു. സർക്കാർ നടത്തുന്ന ക്ഷേമ പദ്ധതികളിൽ ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ സർവേ നടത്തുന്നതിൽ എന്താണ് തെറ്റെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ആരാഞ്ഞു. അപ്പോൾ സുപ്രീം കോടതിയിൽ സർക്കാരിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. സർക്കാരിന് സർവേ നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യമാണ്. മാത്രവുമല്ല, കോടതിയിൽ അനുകൂലമായ ഒരു തീരുമാനം മേൽക്കോടതിയിൽ പോയി നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നൊരു നേട്ടമുണ്ട്. അപ്പോൾ നമ്മൾ വിശദമായി പരിശോധിക്കുകയാണ് ഈ അനുകൂലവും പ്രതികൂലവുമായ 2 സാഹചര്യങ്ങളും. എന്താണ് ആദ്യം മെസ്സേജ് വിവാദം എന്നത് നമുക്കൊന്ന് നോക്കാം. സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർക്ക് DA വർധന, ശമ്പള പരിഷ്കരണം തുടങ്ങിയ വിഷയങ്ങൾ സംബന്ധിച്ച് മൊബൈൽ ഫോണിൽ സന്ദേശങ്ങൾ ലഭിച്ചതാണ് വിവാദത്തിലായത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി സ്പാർക്ക് സംവിധാനത്തിലെ നമ്പറുകളിലേക്കും ഇമെയിലുകളിലേക്കുമാണ് ഈ സന്ദേശം എത്തിയത്. അവകാശങ്ങൾ സംരക്ഷിക്കും, ഉറപ്പാണ്, വാക്ക് എന്ന തലക്കെട്ടിലുള്ള സന്ദേശം സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും മൊബൈൽ നമ്പറിൽ ലഭിച്ചു. ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞായിരുന്നു ഈ സന്ദേശം, മുഖ്യമന്ത്രിയുടെ ഈ സന്ദേശം എത്തിയത്. സർക്കാർ ജീവനക്കാർക്കൊപ്പം ജുഡീഷ്യൽ ഓഫീസർമാർക്കും എന്തിന് ഈ മുഖ്യമന്ത്രിയുടെ വാട്സപ്പ് സന്ദേശം ലഭിച്ചത് വലിയ വിവാദമായിരുന്നു. ഈ IAS ഉദ്യോഗസ്ഥർ, ഈ DA ഒന്നും ലഭിക്കാത്തവർക്ക് വരെ ഈ മെസ്സേജ് ലഭിച്ചു. ഇത് വലിയ വിവാദമായി മാറി. പ്രതിപക്ഷ ഉദ്യോഗസ്ഥരുടെ സംഘടനയൊക്കെ ഇതിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിനെ ചൊല്ലി നിയമ നടപടികളും ആരംഭിച്ചു. ഹർജികൾ കോടതിയിലെത്തി. അപ്പോൾ എന്താണ് ഈ ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയതെന്ന് നോക്കിയാൽ, അനുമതിയില്ലാതെ വ്യക്തിയുടെ സ്വകാര്യ വിവരങ്ങൾ ഉപയോഗിച്ചത് ഭരണഘടനയുടെ 21-ാം അനുച്ഛേദത്തിന്റെ ലംഘനമാണെന്നും ഒപ്പം 2023 ഡിജിറ്റൽ വ്യക്തിവിവര സുരക്ഷാ നിയമത്തിന്റെ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ഹർജികൾ സമർപ്പിക്കപ്പെട്ടത്. സ്വകാര്യത നഷ്ടപ്പെടുന്ന വിധം സർക്കാർ ജീവനക്കാരടക്കമുള്ളവരുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദുരുപയോഗം ചെയ്തുവെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഈ ഹർജികൾ. വ്യക്തിവിവരങ്ങൾ അനുമതിയില്ലാതെ ശേഖരിക്കുന്നത് സ്വകാര്യതാ ലംഘനമാണെന്നും തടയണമെന്നും ഹർജിയിൽ ഇവർ ആവശ്യപ്പെട്ടു. മലപ്പുറം സ്വദേശി അധ്യാപകൻ റഷീദ് അഹമ്മദ്, സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥനായ തിരുവനന്തപുരം സ്വദേശി KM അനിൽകുമാർ എന്നിവരാണ് ഹർജി നൽകിയത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണ് ഇത് എന്ന് ഹർജിക്കാർ ആരോപിച്ചു. വ്യക്തിവിവരങ്ങൾ അനുമതിയില്ലാതെ ശേഖരിക്കുന്നത് സ്വകാര്യത മൗലികാവകാശമായി അംഗീകരിച്ച പുട്ടസ്വാമി കേസിൽ സുപ്രീംകോടതി പുറപ്പെടുവിച്ച ഉത്തരവിന് എതിരാണെന്നും ഹർജിക്കാർ ആരോപിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഹൈക്കോടതിയിൽ ഹർജി എത്തുന്നത്. ഈ ഹർജിയാണ് കോടതി പരിഗണിച്ചത്. അപ്പോൾ ഹൈക്കോടതിയിൽ സർക്കാരിന് തിരിച്ചടി ഏൽക്കുന്ന സാഹചര്യമാണ് ഇന്ന് ഇത് ഹൈക്കോടതി പരിശോധിക്കുമ്പോൾ ഉണ്ടായത്. സ്പാർക്ക് ഡേറ്റയുടെ ദുരുപയോഗം തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ ഇന്ന് ഹൈക്കോടതി ഇടപെടുന്നത് ഏത് വിധത്തിലാണെന്ന് നോക്കിയാൽ, സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സ്പാർക്കിലെ ഡേറ്റ ഉപയോഗിച്ച് സന്ദേശങ്ങൾ അയച്ചതിനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമേറ്റിരിക്കുന്നത്. നടപടി പ്രഥമദൃഷ്ട്യാ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്ന് കോടതി നിരീക്ഷിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എവിടെ നിന്നാണ് സന്ദേശങ്ങൾ അയക്കാനുള്ള നമ്പറുകളും മറ്റും ലഭിച്ചതെന്ന് കോടതി ആരാഞ്ഞു. ഇത്തരം വിവരങ്ങൾ മറ്റൊരാവശ്യത്തിനും ഉപയോഗിക്കില്ലെന്ന് അഡ്വക്കേറ്റ് ജനറൽ മറ്റൊരു കേസിനിടെ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു എന്ന കാര്യം കോടതി ചൂണ്ടിക്കാട്ടി. സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് സന്ദേശങ്ങൾ അയച്ചതെന്നായിരുന്നു സർക്കാർ ന്യായീകരണമായി കോടതിയുടെ മുമ്പിൽ വെക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഇതിനെയും കോടതി വിമർശിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെയല്ലെന്നും സർക്കാരിൽ നിന്ന് ഒരു ഗുണഫലവും പറ്റാത്തവർക്കും സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ടല്ലോ എന്ന കാര്യം കൂടി കോടതി ചൂണ്ടിക്കാട്ടുകയായിരുന്നു. വ്യക്തിഗത വിവരങ്ങൾക്ക് എന്ത് സുരക്ഷ എന്നൊരു ചോദ്യമാണ്
കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇത് എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി ഈ വിഷയത്തിൽ നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നത്. കേസ് വീണ്ടും പരിഗണിക്കുന്ന വെള്ളിയാഴ്ച വരെ തുടർ സന്ദേശങ്ങൾ അയക്കരുത് എന്ന ഒരു നിർദ്ദേശം കൂടി കോടതി നൽകിയിരിക്കുകയാണ്. സ്പാർക്ക് ഡേറ്റയുടെ ദുരുപയോഗം തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസിന്റെ നടപടിയാണ് ഇത്. സർക്കാർ ഒരു വിധത്തിലും ഈ നടപടികളുമായി മുന്നോട്ട് പോകരുത് എന്നതാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്ത് സന്ദേശം അയച്ചു എന്നതിനേക്കാൾ വിവരങ്ങൾ ചോർന്നു എന്നതാണ് കൂടുതൽ ഗൗരവതരമെന്ന് കോടതി പറയുന്നു. ആ വിവരം കോടതി പറയുമ്പോൾ അത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ തെറ്റ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നതാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. ഇത് സ്വകാര്യതയുടെ ലംഘനമാണ്, ഗൗരവതരമായ ആരോപണങ്ങളാണ് ഉയർന്നിട്ടുള്ളത് എന്നത് കോടതി പറയുന്നു. ഇനി കേസ് പരിഗണിക്കുന്നത് വരെ സമാന വിധത്തിലുള്ള സന്ദേശങ്ങൾ അയക്കില്ല എന്ന് എഴുതി തരാനാണ് കോടതി നിർദ്ദേശിച്ചിരുന്നത്. കേസിൽ മുഖ്യമന്ത്രി ഒഴികെയുള്ളവർക്ക് നോട്ടീസ് അയക്കാനും കോടതി നിർദ്ദേശിച്ചു. അപ്പോൾ വളരെ ശക്തമായ ഇടപെടലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി നടത്തിയിരിക്കുന്നത്. ഇത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം എന്ന നിലയിൽ തന്നെ കോടതി കണ്ടിരിക്കുന്നു. ഡാറ്റ ചോർത്തൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവരെ പ്രതിയാക്കി കേസെടുത്ത് അന്വേഷണം നടത്തണം. ഡാറ്റ ചോർത്തിയതിൽ മുഖ്യമന്ത്രിക്കും CPM നേതൃത്വത്തിനും പങ്കുണ്ട്. ഔദ്യോഗിക സംവിധാനങ്ങളെ പോലും ദുർബലപ്പെടുത്താൻ ശ്രമം നടത്തുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് ഇതിനോട് വിമർശിച്ചത്. പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് അവർ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ ശരി എന്ന് വരുന്നു. അപ്പോൾ ആ രീതിയിൽ കടുത്ത സ്വരത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ ഇതിനോടുള്ള പ്രതികരണം വരുന്നു എന്നത് നമുക്ക് കാണാം. നവകേരള സർവേയിൽ സർക്കാരിന് അതിലേക്ക് വരുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. ഓക്കെ, അപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ ശക്തമായ ഭാഷയിലായിരുന്നു. അത് ഈ ഔദ്യോഗിക സംവിധാനങ്ങളെ പോലും ദുർബലപ്പെടുത്താൻ ശ്രമം നടക്കുന്നു എന്നതാണ് പ്രതിപക്ഷ നേതാവ് ഈ കോടതിയുടെ ഇടപെടലിന്റെ പശ്ചാത്തലത്തിൽ ഇതിനോട് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. നമ്മൾ ഇനി പോകുന്നത് നവകേരള സർവേയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണ്. ആ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്കാണ് എത്തിയത്. നേരത്തെ ഹൈക്കോടതിയിൽ സർക്കാരിന് വലിയ തിരിച്ചടി നേരിട്ടിരുന്നു. അവിടെ നിന്ന് മേൽക്കോടതിയെ സമീപിച്ച് അനുകൂല സമീപനം തേടാനാണ് സർക്കാർ ശ്രമിച്ചിരുന്നത്. അവിടെ സർക്കാരിന് ആ നിലയ്ക്ക് ഒരു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. എന്താണ് ഈ നവകേരള സർവേ? സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള പദ്ധതി എന്ന നിലയ്ക്ക് സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് നവകേരള സർവേ. മുഖ്യമന്ത്രിയാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ഒക്ടോബർ 29 മന്ത്രിസഭാ യോഗമാണ് നവകേരള സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം എന്ന പേരിൽ സർവേ നടത്താൻ തീരുമാനമെടുത്തത്. പരിശീലനം നേടിയ 5000-ഓളം വോളണ്ടിയർമാരിലൂടെ ഗൃഹസന്ദർശനം നടത്തി വിവരങ്ങൾ ശേഖരിക്കുന്ന പദ്ധതിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ നവകേരള സർവേ. സംസ്ഥാനത്തിന്റെ പുരോഗതിക്കും വികസനത്തിനും വേണ്ടിയുള്ള പദ്ധതി ആയാണ് ഈ സർവേയെ സർക്കാർ അവതരിപ്പിച്ചത്. ഇത് പക്ഷേ പിന്നീട് വലിയ വിവാദത്തിലായി. സർവേക്കായി അനുവദിച്ച 20 കോടി രൂപ ജനങ്ങളുടെ നികുതി പണം ആണ്. അത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഉപയോഗിക്കുന്നു എന്നതായിരുന്നു പ്രതിപക്ഷമുയർത്തിയ പ്രധാനപ്പെട്ട ആരോപണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഭരണകക്ഷിയുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോ തയ്യാറാക്കാനുള്ള വിവരശേഖരണമാണ് ഇത് എന്ന് ആരോപണമുയർന്നു. സർവേക്കായി CPM, DYFI പ്രവർത്തകരെ സന്നദ്ധ പ്രവർത്തകരായി ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ കൃത്രിമത്വത്തിന് കാരണമാകുമെന്ന ആക്ഷേപവുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുയർന്നു. അത് പിന്നീട് കേസായി. പൊതുഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ച് CPM പാർട്ടി ക്യാമ്പയിൻ നടത്തുന്നു എന്നാരോപിച്ച് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറും ജനറൽ സെക്രട്ടറി മുബാസുമാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഹർജി പരിഗണിച്ച് ഹൈക്കോടതി ഈ സർവേ റദ്ദാക്കുകയായിരുന്നു. സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ഇത് ചോദ്യം ചെയ്താണ് സർക്കാർ സുപ്രീം കോടതിയിലെത്തിയത്. സുപ്രീം കോടതിയിൽ ആ വിഷയം എത്തുമ്പോൾ സുപ്രീം കോടതി ഇന്ന് ചൂണ്ടിക്കാണിച്ചത് സർക്കാരിനെ സംബന്ധിച്ച് ആശ്വസിക്കാവുന്ന വലിയ മുന്നോട്ട് ഈ സർവേയുമായി പോകാൻ പറ്റുന്ന തരത്തിലുള്ള വലിയൊരു സപ്പോർട്ട് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന് വേണം നമ്മൾ കാണാൻ. നവകേരള സർവേ റദ്ദാക്കിയ കേരള ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യുകയാണ് സുപ്രീം കോടതി ചെയ്തത്. സർക്കാർ നടത്തുന്ന ക്ഷേമ പദ്ധതികളിൽ ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ സർവേ നടത്തുന്നതിൽ എന്ത് തെറ്റാണ് ഉള്ളതെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഇന്ന് ചോദിച്ചു. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനത്ത് സർവേ നടത്തുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് എന്നത് തടസ്സ ഹർജി ഫയൽ ചെയ്ത കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ അപ്പോൾ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. അപ്പോൾ നവകേരള സർവേ നടത്തുന്നത് ഭരിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയ പ്രവർത്തകരെ ഉപയോഗിച്ചാണെന്നും സർവേ സംബന്ധിച്ച പ്രഖ്യാപനം ആദ്യം നടത്തിയത് ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണെന്നും ഉള്ള പ്രധാനപ്പെട്ട വാദം കൂടി ഈ ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. എന്നാൽ
ഏതെങ്കിലും ഒരു പ്രാദേശിക നേതാവ് നടത്തുന്ന പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിക്ക് തീരുമാനമെടുക്കാനാകുമോ എന്ന മറു ചോദ്യമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാനം നൽകിയ അപ്പീലിൽ സുപ്രീം കോടതി എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. സർവേയ്ക്കായി സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്ന പണം സംബന്ധിച്ച കണക്ക് ആവശ്യമെങ്കിൽ ഉചിതമായ സമയത്ത് പരിശോധിക്കാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജോയ് മാല ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേരള ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തുകൊണ്ട് സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ഉള്ള ഒരു പച്ചക്കൊടി കാണിച്ചിരിക്കുന്നത്. നവകേരള സർവേ ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്ത സംഭവം സുപ്രീം കോടതിയിൽ ഹാജരായി സ്റ്റേ പിൻവലിക്കും എന്നതൊക്കെയാണ് വി ഡി സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് മാധ്യമങ്ങളെ ഇത് ചൂണ്ടിക്കാണിച്ചപ്പോൾ. നേരത്തെ നമ്മൾ ആദ്യത്തെ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ തിരിച്ചടി ഉണ്ടായപ്പോൾ വളരെ രൂക്ഷമായ ഭാഷയിൽ അതിനോട് പ്രതികരിച്ച വി ഡി സതീശൻ പറഞ്ഞത് സുപ്രീം കോടതി വിധി സ്റ്റേ ചെയ്ത സംഭവത്തിൽ സുപ്രീം കോടതിയിൽ തന്നെ ഹാജരായി ആ സ്റ്റേ പിൻവലിപ്പിക്കും എന്ന ഒരു സാഹചര്യമാണ് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടുന്നത്. സിപിഎമ്മിന്റെ സർക്കുലറാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയത്. നവകേരള സർവേ സിപിഎമ്മിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്നൊക്കെയുള്ള വാദം അദ്ദേഹം ആവർത്തിക്കുക കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അത് തുടർ ഭരണം ഉറപ്പാക്കാൻ വേണ്ടി ചെയ്ത നടപടിയാണ് എന്നുള്ള വിമർശനം ഉന്നയിക്കുന്നു. അപ്പോൾ പോലും സർക്കാരിനെ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ തിരിച്ചടിയേറ്റിട്ടും സുപ്രീം കോടതിയിൽ പോയി ആ സ്റ്റേ നീക്കാനും ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനും കഴിയുന്ന ഒരു സാഹചര്യമുണ്ടായി. മാത്രവുമല്ല, കോടതി നിരീക്ഷണം സർക്കാരിന് അതിൽ മുന്നോട്ട് പോകാം, അതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്നിടത്ത് സർക്കാരിന് അതൊരു വലിയ വിജയമായി തന്നെ മാറുന്നു എന്ന് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ കാണാൻ. സർക്കാരിനെ സംബന്ധിച്ച് നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ നവകേരള സർവേയുമായി ഇനി മുന്നോട്ട് പോകാൻ കഴിയും. ഇനി അതിനുള്ള സമയമുണ്ടോ ഇല്ലയോ എന്നതൊക്കെ സംശയമാണ് എങ്കിൽ പോലും ഇതൊരു വിജയമാണ് എന്ന് വരികയാണ്. വേണമെങ്കിൽ മെസ്സേജ് വിവാദത്തിലും ഒരു അപ്പീൽ പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഡേറ്റ ചോർത്തൽ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് സുപ്രീം കോടതി തന്നെ നേരത്തെ വിശദീകരിച്ചിട്ടുള്ളതാണ്. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ 21-ാം അനുച്ഛേദ പ്രകാരം ഒരു മൗലിക അവകാശമാണെന്നാണ് ഈ പുട്ടസ്വാമി കേസിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആ കേസിൽ ഇനി മേൽക്കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടോ എന്നറിയില്ല. എന്തായാലും എന്ത് സംഭവിക്കുന്നു ആ കേസുമായി ബന്ധപ്പെട്ട് എന്നൊക്കെ കാത്തിരുന്ന് കാണാം. നാടിനെ നടുക്കിയ വലിയൊരു കൊലപാതക സംഭവമാണ് കൊച്ചിയിൽ ഉണ്ടായത്. കൊച്ചി വൈറ്റിലയിൽ യുവതിയെ കൊലപ്പെടുത്തി റെയിൽവേ ട്രാക്കിൽ തള്ളിയ നിലയിൽ കണ്ടെത്തിയ കേസിൽ എന്തായാലും പ്രതിയെ പോലീസ് വളരെ പെട്ടെന്ന് പിടികൂടിയിട്ടുണ്ട്. കോട്ടയം സ്വദേശി സുധാ ബേബിയാണ് മരിച്ചത്. കൊച്ചി സ്വദേശിയായ ഷാജി എന്ന ആളാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. പ്രതിയെ മരട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. വിശദമായ ചോദ്യം ചെയ്യലുകൾ നടക്കുകയാണ്. ഇരുവരും തമ്മിൽ നേരത്തെ പരിചയമുണ്ടായിരുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അപ്പോൾ വളരെ ദാരുണമായിട്ടൊരു സംഭവമാണ്. നമ്മൾ ആ നഗരത്തെ തന്നെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഒരു സ്ത്രീയെ കൊന്ന് അത് ഒരു സ്വാഭാവിക മരണം അല്ലെങ്കിൽ ഒരു അപകട മരണമാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടന്നത്. അതാണ് ഇപ്പോൾ അന്വേഷണത്തിൽ പൊളിഞ്ഞിരിക്കുന്നത്. കൊച്ചി വൈറ്റില മേൽപ്പാലത്തിന് തൊട്ട് താഴെയാണ് ഈ മൃതദേഹം ആദ്യം കാണുന്നത്. വൈറ്റിലയിലൂടെ കടന്നുപോയ അമൃത എക്സ്പ്രസിന്റെ ലോക്കോ പൈലറ്റാണ് ട്രാക്കിനോട് ചേർന്ന് യുവതിയുടെ മൃതശരീരം ആദ്യം കാണുന്നത്. ഈ വിവരം അദ്ദേഹം പോലീസിനെ അറിയിക്കുന്നു. അങ്ങനെ അറിഞ്ഞ പോലീസ് അവിടെ എത്തുന്നു. ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചതാണോ എന്ന സ്വാഭാവികമായിട്ടുമുള്ള സംശയത്തിലാണ് ആദ്യം ഈ പരിശോധനകൾ തുടങ്ങുന്നത്. എന്നാൽ ഈ റെയിൽവേ ട്രാക്ക് ട്രെയിൻ കടന്നു പോകുന്ന ട്രാക്ക് ആയിരുന്നില്ല. ട്രെയിൻ തട്ടി മരിച്ചതിന്റെ പരിക്കുകളും ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. അത് സംശയങ്ങൾ ജനിപ്പിച്ചു. അപ്പോൾ മുഖത്തടിച്ചതിന്റെ പാടുകൾ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നു. ശരീരത്തിൽ രക്തക്കറയും ഉണ്ടായിരുന്നു. ഇതോടെ കൊലപാതകമെന്ന സംശയം ഉടലെടുത്തു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം കൊലപാതകത്തിനുള്ള സാധ്യത പോലീസ് ഉറപ്പിക്കുകയും ചെയ്തു. തൊട്ടടുത്ത് കണ്ടെത്തിയ ഈ യുവതിയുടെ മൊബൈൽ ഫോണിന്റെ സിം വിശദാംശങ്ങൾ പരിശോധിച്ചാണ് ഇത് കോട്ടയം സ്വദേശി സുധാ ബേബി ആണ് എന്ന അറിവ് പോലീസിന് ലഭിക്കുന്നത്. അങ്ങനെ മരിച്ച വ്യക്തി ആരാണ് എന്നത് പോലീസ് സ്ഥിരീകരിക്കുന്നു. എന്തിനാണ് ഈ മൃതദേഹം പാളത്തിൽ കൊണ്ടിട്ടത് എന്ന രീതിയിലൊക്കെയുള്ള പരിശോധനകൾ പോലീസ് പിന്നെ നടത്തുന്നു. കൃത്യമായും കൊലപാതകം ഒരു അപകട മരണമാക്കി മാറ്റാനാണ് ഇത് പാളത്തിൽ തള്ളിയത് എന്ന സംശയം പോലീസിനുണ്ടാകുന്നു. അതിനെ ചുറ്റിപ്പറ്റി പിന്നീട് അന്വേഷണം നടക്കുമ്പോൾ ഈ ഏകദേശം 35 വയസ്സുള്ള യുവതിയാണ് കൊല്ലപ്പെട്ടത്.
ഈ ട്രാക്കിൽ തള്ളാൻ കൊലപാതകി ശ്രമിച്ചത് ഇത് ഒരു അപകട മരണമാക്കി മാറ്റാൻ വേണ്ടിയാണ് എന്ന് പോലീസിന് മനസ്സിലായി. ട്രെയിനിന് മുന്നിൽ ചാടിയുള്ള ആത്മഹത്യയെന്ന് തെറ്റിദ്ധരിപ്പിക്കാനാകും എന്നാണ് പ്രതി കരുതിയിരുന്നത്. എന്നാൽ എറണാകുളം കോട്ടയം ട്രാക്കിന്റെ സർവീസ് ഇല്ലാതെ ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു പാളത്തിലാണ് ഈ മൃതദേഹം പ്രതി ഉപേക്ഷിച്ചത്. ഇതോടെയാണ് ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം പൊളിഞ്ഞുപോയത്. അപ്പോൾ ആ ഘട്ടത്തിൽ SP നടത്തിയ ഒരു പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. അത് അമൃത എക്സ്പ്രസിന് ലോക്കോ പൈലറ്റ് ട്രാക്കിന്റെ അടുത്ത് ഒരു ബോഡി കിടക്കുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷൻ അത് കിട്ടിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ മരട് പോലീസ് സ്റ്റേഷനിൽ നിന്നും സ്റ്റാഫ് വന്ന് അത് ഏരിയ കോർഡൺ ഓഫ് ചെയ്തിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഇന്ന് ഇൻക്വസ്റ്റും തുടർ നടപടികളും കുറച്ച് എവിഡൻസ് കളക്ഷനും സയന്റിഫിക് ടീമിന്റെ അനാലിസിസും എല്ലാം ഉണ്ടായിരുന്നു. അതിൽ പ്രഥമ ദൃഷ്ടിയെ മനസ്സിലാവുന്ന ഒരു അസ്വാഭാവികതയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മരണപ്പെട്ട വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു അസ്വാഭാവികതയുടെ കാര്യം ഞങ്ങൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അസ്വാഭാവികതയുണ്ട് മരണത്തിൽ. അത് കാര്യമായിട്ട് തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ഒരു മാറ്ററാണ്. എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. പ്രതിയിലോട്ടേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. തുടർന്ന് തന്നെ പെട്ടെന്ന് തന്നെ അപ്പോ ഈ മൃതദേഹം കണ്ടെത്തി മണിക്കൂറുകൾക്കകം തന്നെ ഇതൊരു കൊലപാതകമാണ്, അസ്വാഭാവികതയുണ്ട് എന്ന തലത്തിലേക്ക് പോലീസ് എത്തുന്നു. ആ സമയത്ത് നടത്തിയ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. പിന്നീട് ഈ അന്വേഷണത്തിൽ നിർണായകമായത് CCTV ദൃശ്യങ്ങളാണ്. പ്രതിക്കൊപ്പം യുവതി നടന്നു പോകുന്ന ദൃശ്യങ്ങൾ കേസിൽ വഴിത്തിരിവായി. ഇരുവരും കാറിൽ നിന്നിറങ്ങി നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ട്രാക്കിന് സമീപം പിന്നീട് ഷാജി ഒറ്റയ്ക്ക് നടന്നു പോകുന്ന ദൃശ്യങ്ങൾ കിട്ടിയപ്പോൾ പോലീസ് ഏതാണ്ട് ഇത് കൊലപാതകമാണ് എന്ന് ഉറപ്പിക്കുകയാണ്. ഈ സമയം ഷാജിയുടെ ഷർട്ടിൽ രക്തക്കറകളും ഉണ്ടായിരുന്നു. ഇതോടെയാണ് പോലീസ് പ്രതിയെ തിരിച്ചറിഞ്ഞ് പിടികൂടിയത്. അപ്പോൾ ഇരുവരും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു, പരിചയമുണ്ടായിരുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം. പെട്ടെന്നുണ്ടായ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് സംശയിക്കുന്നു. മറ്റെന്തൊക്കെ കാരണങ്ങളുണ്ട് എന്നത് കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷമായിരിക്കും പുറത്തു വരിക. എന്തായാലും 35 വയസ്സ് പ്രായമുള്ളൊരു യുവതിയാണ്. ഇരുവരും കാറിൽ സഞ്ചരിച്ച് എത്തി. അവിടെ നിന്നാണ് പിന്നീട് കൊലപാതകവും പിന്നീട് ഈ മൃതദേഹം ട്രാക്കിൽ ഉപേക്ഷിച്ച് അതൊരു സ്വാഭാവിക അല്ലെങ്കിൽ അപകട മരണമാക്കാനുള്ള ശ്രമവും ഒക്കെ നടന്നിരിക്കുന്നത്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. ഈ സംഭവത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ പിടികൂടാനായിരിക്കുന്നു എന്നതാണ് ഒരു നേട്ടമായി അല്ലെങ്കിൽ പോലീസിന്റെ ഈ അന്വേഷണത്തിലെ ഒരു മികവായി നമുക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത്. CCTV ദൃശ്യങ്ങളൊക്കെ വളരെ നിർണായകമായി. പ്രതിയെ സംബന്ധിച്ച് കാൽക്കുലേഷനിൽ വലിയ പ്രശ്നമുണ്ടായി. ഇത് ട്രെയിൻ കടന്നു പോകാത്ത പാളത്തിൽ മൃതദേഹം ഉപേക്ഷിച്ചതോടുകൂടിയാണ് ഇതൊരു കൊലപാതകം എന്നത് പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്ന സാഹചര്യമൊക്കെ ഉടലെടുത്തത്. നിരവധി സ്ഥാപനങ്ങൾ ഉള്ള സ്ഥലമാണ്. എന്നാൽ ഇവിടെ രാത്രിയായാൽ വെളിച്ചമില്ലാത്ത പ്രദേശമാണ് എന്നതാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ് ഇവിടം എന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നുണ്ട്. ഉപയോഗശൂന്യമായ പാളമെന്നറിയാതെ കൊലപാതകി മൃതദേഹം ഉപേക്ഷിച്ചതോടെയാണ് ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം പൊളിഞ്ഞത്. അപ്പോൾ ഇത്തരം കൊച്ചിയിലെ തന്നെ തിരക്കുള്ള ഇടങ്ങളിൽ തന്നെ ഈ പ്രദേശങ്ങളൊക്കെ എത്രമാത്രം അപകടകരവും സാമൂഹ്യ വിരുദ്ധർ കൈയടക്കിയിരിക്കുന്നു എന്നുള്ളതും കൂടി ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ സംഭവം. ലോക്കോ പൈലറ്റിന്റെ ജാഗ്രതയും ഈ കേസിൽ വളരെ നിർണായകമായിട്ടുണ്ട്. എന്തായാലും കൂടുതൽ അന്വേഷണം നടക്കുമ്പോഴായിരിക്കും എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്നുൾപ്പെടെ മനസ്സിലാവുക. സംസ്ഥാനത്ത് വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയായപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടർമാർ പുറത്തായിരിക്കുന്നത് തലസ്ഥാന ജില്ലയിലാണ്. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ 8 ലക്ഷത്തോളം പേരാണ് പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുന്നത്. എന്നാൽ തിരുവനന്തപുരം ജില്ലയിലെ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നായി പുറത്തായത് 3,1015 വോട്ടർമാരാണ്. അപ്പോൾ മൊത്തം 8 ലക്ഷം പേര് പുറത്താകുമ്പോൾ അതിൽ 3 ലക്ഷത്തി ചില്ലുവാനം പേരും തിരുവനന്തപുരത്ത് നിന്ന് പുറത്താകുന്നു എന്നതാണ് സാഹചര്യം. അതായത് ആകെ വോട്ട് ചോർച്ചയുടെ 33% ഉണ്ടായിട്ടുള്ളത് തലസ്ഥാനത്താണ് എന്ന് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു. കനത്ത വോട്ട് ചോർച്ച ഉണ്ടായ മണ്ഡലങ്ങളിൽ പലതും BJPയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. ഈ വോട്ട് ചോർച്ച വരുന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെ സ്വാധീനിക്കും എന്നതാണ് ഉയരുന്ന ചോദ്യം. ഭൂരിപക്ഷം ജില്ലകളിലും വോട്ട് കുറഞ്ഞപ്പോൾ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ മണ്ഡലങ്ങളിൽ വോട്ട് വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലാണ് പുതിയ വോട്ടർമാർ ഏറ്റവും കൂടുതൽ ഉള്ളത്. അപ്പോൾ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയാകുമ്പോൾ സംസ്ഥാനത്താകെ കുറഞ്ഞ വോട്ടർമാർ 8,97,000 പേരാണ്. തിരുവനന്തപുരം
മണ്ഡലത്തിൽ മാത്രം 47,647 വോട്ടർമാർ കുറയുന്നു. വട്ടിയൂർക്കാവിൽ 42,580 പേർ, നേമം 38,063, കഴക്കൂട്ടം 32,769. ഈ കണക്കുകളാണ് സംശയം ജനിപ്പിക്കുന്നത്. അതായത് തിരുവനന്തപുരത്ത് BJP ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് സാഹചര്യം. അത് ചില സംശയങ്ങൾ കൂടി ജനിപ്പിക്കുന്നതാണ്. വോട്ടർമാർ കുറഞ്ഞത് ആർക്ക് നേട്ടമാകും എന്നതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആരുടെ വോട്ടുകളാണ് കുറഞ്ഞത് എന്നത് മറ്റൊരു ചോദ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വോട്ട് കുറയൽ എങ്ങനെ പ്രതിഫലിക്കും എന്നതാണ് മറ്റൊരു ചോദ്യം, ഏറ്റവും സുപ്രധാനമായ ചോദ്യം. നമ്മളൊപ്പം ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ കുര്യൻ ഈ കാര്യങ്ങൾ വിശദീകരിക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ മുതൽ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ മുമ്പോട്ട് വെക്കുന്ന ആശങ്കകളുടെ ആക്കം കൂട്ടുന്ന കണക്കുകളാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന്, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട 7 മണ്ഡലങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്. അതിൽ തന്നെ 40,000-ന് മുകളിൽ വോട്ടുകൾ കുറഞ്ഞിരിക്കുന്നത് 3 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ്. അതായത് തിരുവനന്തപുരം സെൻട്രലിൽ 47,647, വട്ടിയൂർക്കാവിൽ 42,580, നേമത്ത് 38,063. ഈ പ്രധാനപ്പെട്ട 3 മണ്ഡലങ്ങളിൽ വലിയ തരത്തിൽ, അതായത് ഇത്രയധികം വോട്ടർമാരുടെ എണ്ണത്തിൽ കുറവ് വരുന്ന, അല്ലെങ്കിൽ അവർ പുറത്താകുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം കഴക്കൂട്ടം, നെയ്യാറ്റിൻകര, കോവളം, പാറശാല മണ്ഡലങ്ങളിൽ 20,000-ലധികം വോട്ടുകൾ കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം. ഇതാണ് ഒരു തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച ഒരു പൊതുവിലുള്ള ചിത്രം. ഇവിടെ രാഷ്ട്രീയമായ ചില ആശങ്കകൾ ഉയരുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വലിയ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന തിരുവനന്തപുരത്തെ പല പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലും, അതായത് ഏറ്റവും പ്രധാനമായി പറഞ്ഞാൽ തിരുവനന്തപുരം സെൻട്രൽ, വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം, ഈ മണ്ഡലങ്ങളിലായി ഏതാണ്ട് ഒരു 1.5 ലക്ഷത്തിലധികം വോട്ടുകൾ ആകെ കുറയുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അതിൽ ചില അസ്വാഭാവികതകളുണ്ട് എന്ന നിലപാടിൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ CPM-ഉം ഒക്കെ ഉറച്ചു നിൽക്കുകയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ അടക്കം പലപ്പോഴും നടന്ന ചർച്ചകളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആശങ്കകളൊക്കെ അവർ അറിയിച്ചതാണ്. പക്ഷേ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോഴും അത് തന്നെയാണ് സ്ഥിതി എന്നതാണ് ഇതിന്റെ ഒരു അസ്വാഭാവികത ഉണ്ട് എന്ന സംശയം ബലപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും കേന്ദ്രത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ സംസ്ഥാനത്ത് സന്ദർശനത്തിനെത്തിയപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തടക്കം നിലനിൽക്കുന്ന ആശങ്കകൾ അത് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികളെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സാഹചര്യം അത് രാഷ്ട്രീയമായ ചില അസ്വാഭാവികതകൾ കൂടിക്കൊണ്ടാണ് എന്ന ഒരു പ്രചാരണം ഒരു വശത്ത് തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ അത് വലിയ തരത്തിൽ ചർച്ചയായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരുന്നതിന് മുമ്പായി എത്രമാത്രം വേഗത്തിൽ ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കപ്പെട്ട ആളുകളെ പരമാവധി അതിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഏത് തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഇനി പൂർത്തിയാക്കും, അതിനുള്ള എന്ത് തുടർ നീക്കങ്ങളിലേക്ക് കടക്കും എന്നതാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. തീർച്ചയായും എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് എങ്ങനെ പ്രതിഫലിക്കുമെന്ന വലിയ ചോദ്യമുണ്ട്. ഇനിയും സമയമുണ്ട് വോട്ടർമാരെ ചേർക്കാൻ. അപ്പോൾ ആ വോട്ടർമാരെ ചേർക്കാനുള്ള നടപടികൾ എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയുമെന്ന ചോദ്യമുണ്ട്. ആരെയൊക്കെയാണ് ഒഴിവാക്കിയിട്ടുള്ളത് എന്ന ചോദ്യം അപ്പോഴും വളരെ പ്രസക്തമാണ്. യഥാർത്ഥത്തിൽ വോട്ടർമാരായിരുന്നവരാണോ, അതോ ഇത്രയധികം കള്ളവോട്ടുകൾ ചേർക്കപ്പെട്ടിരുന്നതാണോ, അതോ തിരുവനന്തപുരത്തിന്റെ പ്രത്യേക സാഹചര്യം നമുക്കറിയാം. അവിടെ നിരവധി സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ളവരൊക്കെ മറ്റ് പല ജില്ലകളിൽ നിന്ന് വന്ന് താമസിക്കുകയും പിന്നീട് മാറിപ്പോയവരുമൊക്കെ ഉണ്ടാകാം. IT മേഖലയിൽ പെട്ട കുറേയധികം ആളുകൾ അധിവസിക്കുന്ന ഇടമാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൊണ്ട് വന്നിട്ടുള്ള പ്രശ്നങ്ങളാണോ വോട്ടർ പട്ടികയിൽ ഉണ്ടായിട്ടുള്ളത്? അതൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നതാണ്. എന്തായാലും വിശദമായ പരിശോധന ഇതിൽ നടക്കേണ്ടതുണ്ട് എന്നതാണ് ഈ സാഹചര്യം ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. നമ്മൾ മറ്റു വാർത്തകളിലേക്ക് തിരിച്ചെത്തും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും അതിവേഗ റെയിൽ ചർച്ചകൾ ഉണ്ടാവുകയാണ്. അതിവേഗ റെയിൽ എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു സ്വപ്നമാണ്, കേരളത്തിന്റെ എല്ലാവരുടെയും ആവശ്യമാണ്. ബജറ്റിൽ കാതോർത്തിരുന്നു കേരളം, പക്ഷേ കിട്ടിയില്ല. സംസ്ഥാന സർക്കാർ
സിൽവർ ലൈൻ പദ്ധതികളുമായി മുന്നോട്ട് പോകാനുള്ള നീക്കം നടന്നു. അതിൽ മറ്റ് ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ അനുമതി വൈകി, അങ്ങനെയൊക്കെയുള്ള അനുമതി കിട്ടാത്ത സാഹചര്യവും അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. പക്ഷേ അതിവേഗ റെയിൽ എന്ന സ്വപ്നം കേരളീയർ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സംസ്ഥാന സർക്കാരും അത്തരം നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന പദ്ധതിയാണ് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം. ഇപ്പോൾ അതിവേഗ റെയിൽ പാതയ്ക്ക് പുതിയൊരു ഡിസൈൻ നിർദ്ദേശിച്ച് വന്നിരിക്കുകയാണ് മെട്രോമാൻ ഇ ശ്രീധരൻ. പത്തനംതിട്ട, മലപ്പുറം ജില്ലകളെ പുതുതായി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു റൂട്ടാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് വെച്ച റൂട്ട് പദ്ധതി, അതിന്റെ വിശദാംശങ്ങൾ എന്നത് നോക്കിയാൽ കെ റെയിൽ വഴി സിൽവർ ലൈൻ സ്ഥാപിക്കാനാണ് രണ്ടാം പിണറായി സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ സിൽവർ ലൈന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിക്കാതിരുന്നതിനെ തുടർന്ന് ഈ ശ്രമം ഉപേക്ഷിച്ചാണ് RRTS പദ്ധതിയിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയത്. RRTS ലൈനിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപ സംസ്ഥാന സർക്കാർ ബജറ്റിൽ വകയിരുത്തിയിരുന്നു. ഇതേ സമയം തന്നെയാണ് അതിവേഗ പാത എന്ന ആശയവുമായി ഇ ശ്രീധരൻ പൊന്നാനിയിൽ ഓഫീസ് തുടങ്ങി DMRCയുടെ സഹായത്തോടെ പ്രാരംഭ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നത്. ഇപ്പോൾ പുതിയ ഡിസൈൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഈ അതിവേഗ പാതയ്ക്ക് ഇ ശ്രീധരൻ. ചെലവ് കുറച്ചും ടിക്കറ്റ് നിരക്ക് കുറച്ചുമുള്ള ഒരു പദ്ധതി എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ സംസ്ഥാന സർക്കാർ RRTS പദ്ധതിയുമായി മുന്നോട്ടു പോകുമ്പോൾ അതിവേഗ റെയിൽവേ പാതയ്ക്ക് പുതിയ മോഡലാണ് മെട്രോമാൻ ഇ ശ്രീധരൻ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ഉള്ള ദൈർഘ്യത്തിൽ ഇ ശ്രീധരൻ പുതിയ അതിവേഗ റെയിൽ പാത വിഭാവനം ചെയ്യുന്നു. നേരത്തെ സിൽവർ ലൈൻ അടക്കമുള്ള അതിവേഗ റെയിൽ പ്ലാനുകൾ ഒഴിവാക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഒഴിവാക്കിയിരുന്ന ജില്ലയാണ് പത്തനംതിട്ട ജില്ല. പുതിയ ഡിസൈനിൽ ഈ പത്തനംതിട്ട ജില്ലയെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നത് ഒരു പ്രത്യേകതയാണ്. 56,500 കോടി രൂപയാണ് ഇ ശ്രീധരൻ പുതിയ പദ്ധതിക്ക് ആകെ ചെലവ് കണക്കാക്കുന്നത്. നേരത്തെ 80,000 കോടി രൂപയായിരുന്നു ഈ പദ്ധതിക്ക് കണക്കാക്കിയിരുന്നത്. അതിൽ നിന്ന് 56,000 കോടിയിലേക്ക് പദ്ധതി ചെലവ് കുറയും എന്നതാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ പുതിയ റൂട്ടിന്റെയും പദ്ധതിയുടെയും ഒരു പ്രത്യേകത. ട്രെയിനുകളുടെ പരമാവധി വേഗം മണിക്കൂറിൽ 200 കിലോമീറ്റർ ആയിരിക്കുമെന്ന് പറയുന്നു. നേരത്തെ 200 കിലോമീറ്റർ ആക്കാൻ പറ്റുമോ എന്ന തരത്തിലേക്കുള്ള ആശങ്കകൾ നിലനിന്നിരുന്നതാണ്. പക്ഷേ ഇത് 200 കിലോമീറ്റർ വേഗം എന്നത് ഉറപ്പു നൽകുകയാണ് ഇ ശ്രീധരൻ. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള യാത്ര 3 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കുന്ന തരത്തിലാണ് പുതിയ രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് സാധാരണക്കാർക്ക് താങ്ങാനാകുന്ന രീതിയിലുള്ള ടിക്കറ്റ് നിരക്കിലായിരിക്കും എന്നത് കൂടുതൽ ആകർഷകമാണ്. ട്രെയിനിലെ AC ചെയർകാർ യാത്രയുടെ ചെലവിന് തുല്യമായ തുകയ്ക്ക് ഈ അതിവേഗ ട്രെയിൻ ഉപയോഗിക്കാൻ കഴിയും. ആ തുക മാത്രമേ ഈടാക്കുകയുള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷനായി ഇന്ന് നമുക്ക് ഇ ശ്രീധരന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്. സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന RRTS പദ്ധതിയേക്കാൾ പദ്ധതി ചെലവ് കുറയുമെന്നത് പ്രത്യേകതയാണ്. ടിക്കറ്റ് നിരക്കും കുറയും. ഇ ശ്രീധരന്റെ പുതിയ വേഗപാതയ്ക്ക് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളും എടുത്തുകാട്ടാനുള്ള കാര്യങ്ങളും ഇതാണ്. AC ചെയർകാർ രീതിയിൽ ടിക്കറ്റ് നിരക്ക് കണക്കാക്കുമ്പോൾ ആളുകൾക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ യാത്ര ചെയ്യാനാകും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. എന്നാൽ യാത്രാ ചെലവ് മേൽപ്പറഞ്ഞ രീതിയിലായിരിക്കുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം അത്രയും കുറഞ്ഞ ചെലവിൽ ഇത്രയും വലിയൊരു പദ്ധതി നടപ്പാക്കിയതിനു ശേഷം എങ്ങനെ യാത്രക്കാർക്ക് അത് നൽകാൻ കഴിയും എന്ന വലിയ ആശങ്കയുണ്ട്. മറ്റു പദ്ധതികളുടെ കാര്യത്തിലൊക്കെ നമ്മൾ ചർച്ചകൾ നടത്തുമ്പോൾ അതായിരുന്നു മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്ന സാഹചര്യം. അപ്പോൾ അത് ഫീസിബിൾ ആണോ എന്ന തരത്തിലുള്ള ഒരു സംശയം നിലനിൽക്കുന്നു അവിടെ. പുതിയ അതിവേഗ ലൈനിന്റെ ഫീൽഡ് സർവേ 3 മാസത്തിനകം പൂർത്തിയാക്കാം എന്നതാണ് ഇ ശ്രീധരൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് കേട്ടതിന് ശേഷം തിരിച്ചു. കൊട്ടാരക്കര നേരെ പത്തനംതിട്ടയ്ക്ക് പോവാം. പത്തനംതിട്ട നേരെ തിരുവല്ല നിന്ന് ടച്ച് ചെയ്തതിന് മുമ്പേ തിരുവല്ല നിന്ന് കോട്ടയം, പിന്നെ വൈക്കം, പിന്നെ എറണാകുളം, നെടുമ്പാശ്ശേരി എയർപോർട്ട്, തൃശ്ശൂരിൽ നിന്ന് മുമ്പ് ഞങ്ങൾ എത്തിയിരുന്ന കുന്നംകുളമൊക്കെ ആയിരുന്നു. അപ്പോൾ അതല്ല, തൃശ്ശൂർ നേരെ അത് മലപ്പുറത്തേക്കാണ് പോവുക. പട്ടാമ്പി മലപ്പുറത്ത് നിന്ന് കരിപ്പൂർ എയർപോർട്ട്, then കോഴിക്കോട്, പിന്നെ കൊയിലാണ്ടി, വടകര, തലശ്ശേരി, കണ്ണൂർ. ഇങ്ങനെയാണ് 20 സ്റ്റേഷനുള്ളത്. അപ്പോൾ ചെലവ് കുറഞ്ഞ രീതിയിൽ
വളരെ വേഗത്തിൽ യാത്ര സാധ്യമാകും എന്നതാണ് ഇ ശ്രീധരൻ പറഞ്ഞിട്ടുള്ള ഈ പദ്ധതിയുടെ ഒരു പ്രത്യേകത. വലിയ തോതിൽ സ്ഥലമേറ്റെടുക്കൽ വേണ്ടിവരില്ലെന്നും തൂണും തുരങ്കവും കൂടുതൽ വരുന്നതിനാൽ ചെലവ് കുറയുമെന്നുമാണ് ഇ ശ്രീധരൻ പറയുന്നത്. പക്ഷേ സംസ്ഥാനത്തിന്റെ പ്രത്യേക സാഹചര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ അത് ഈ പുതിയ ഇത്രയധികം തൂണുകളിലൊക്കെ ഒരു റെയിൽപാത കടന്നു പോകുന്നത് സാധ്യമാണോ, പ്രായോഗികമാണോ എന്നതൊക്കെ വ്യക്തമാകേണ്ടുന്ന സാഹചര്യമുണ്ട്. പുതിയ ഡിസൈനും നിർമ്മാണ രീതിയും അടക്കമുള്ള വിശദ വിവരങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഈ ശ്രീധരൻ പുറത്തുവിട്ടിട്ടില്ല എന്നൊരു സാഹചര്യമുണ്ട്. കേരളത്തിന് അതിവേഗ റെയിൽ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും അതുണ്ടായിട്ടില്ല. 6 റെയിൽ കോറിഡോറുകൾ പ്രഖ്യാപിച്ചപ്പോഴാണ് കേരളത്തെ തഴഞ്ഞത്. എന്തായാലും അത്തരം ചർച്ചകൾ തന്നെ മുന്നോട്ട് പോകുന്നത് കേരളത്തെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. എന്തായാലും കുറച്ചുകൂടി വ്യക്തത ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരാനുണ്ട്. ഇ ശ്രീധരന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം അതിനെക്കുറിച്ച് ഞങ്ങളുടെ പ്രതിനിധി CV അനുമോദ് തന്നെ ഇ ശ്രീധരനോട് കൂടുതൽ ചോദ്യങ്ങൾ ഇതിന്റെ വ്യക്തതയ്ക്കായി ചോദിക്കുന്നുണ്ട്. അപ്പോഴും അതിനോട് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇ ശ്രീധരൻ പ്രതികരിക്കുന്നത്. അതുകൂടി ഒന്ന് കാണാം. ഹൈസ്പീഡ് റെയിൽവേയെ കുറിച്ച് ഉണ്ടായിരുന്ന സംശയങ്ങൾക്കുള്ള നിവാരണമായിരുന്നു ഇ ശ്രീധരന്റെ വാർത്താ സമ്മേളനം. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ നിർദ്ദിഷ്ട ഹൈസ്പീഡ് റെയിൽവേ പദ്ധതിയെക്കുറിച്ചുള്ള ചില സംശയങ്ങൾക്കുള്ള മറുപടിയും അതേപോലെ പദ്ധതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അദ്ദേഹം ഇതിൽ പങ്കുവച്ചു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ പദ്ധതിക്ക് അനുവാദം ലഭിച്ചിട്ടില്ല എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ്. കേന്ദ്രത്തിന്റെ അനുവാദം ഇതുവരെ പദ്ധതിക്ക് ലഭിച്ചിട്ടില്ല. അതിന്റെ കാരണം കേരളം ഇതിൽ RRTSന് വേണ്ടി കത്തയച്ചതാണ്. അതായത് കേരളത്തിൻ്റെ ഈ RRTSൻ്റെ അപേക്ഷയാണ് കേന്ദ്രം ഈ ഒരു പദ്ധതിക്ക് അനുവാദം നൽകാത്തതിൻ്റെ കാരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. കേന്ദ്രത്തിൻ്റെ അനുവാദത്തോടെ തന്നെയാണ് ഈ ഒരു പദ്ധതി മുന്നോട്ട് പോകുന്നത്. റെയിൽവേ മന്ത്രി വാക്കാൽ തനിക്ക് ഉറപ്പ് തന്നുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ താൻ സർവേ നടപടികൾ പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൻ്റെ പിന്നാലെയായിരിക്കും കേന്ദ്രത്തിൻ്റെ പ്രഖ്യാപനമെന്നും അദ്ദേഹം ഈ പദ്ധതിയെക്കുറിച്ച് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇതൊരു കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തത്തോടെയുള്ള പദ്ധതിയായിരിക്കും. സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിച്ച് 51% കേന്ദ്ര പങ്കാളിത്തവും 49% സംസ്ഥാന പങ്കാളിത്തവും ആയിരിക്കും ഈ ഒരു പദ്ധതിയിൽ ഉണ്ടാവുക എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒപ്പം തന്നെ ഈ ഒരു പദ്ധതി നിർദ്ദിഷ്ട പദ്ധതി ഏറെ കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ കഴിഞ്ഞ തവണ തീരുമാനിച്ചതിനേക്കാൾ വ്യത്യസ്തമാണ്. ചില സ്റ്റോപ്പുകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്, ദൂരം വ്യത്യാസം വന്നിട്ടുണ്ട്, സമയവും വ്യത്യാസം വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെ ആണ് ഈ ഒരു റെയിൽപാത, നിർദ്ദിഷ്ട റെയിൽപാത ഉണ്ടാവുക. 20 സ്റ്റോപ്പുകളുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് വർക്കല, കൊല്ലം, കൊട്ടാരക്കര, പത്തനംതിട്ട, കോട്ടയം, വൈക്കം, നെടുമ്പാശ്ശേരി, തൃശ്ശൂർ, പട്ടാമ്പി, മലപ്പുറം, കരിപ്പൂർ, കോഴിക്കോട്, കൊയിലാണ്ടി, വടകര, തലശ്ശേരി, കണ്ണൂർ എന്നിങ്ങനെയാണ് സ്റ്റോപ്പുകൾ ഇപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ 3 വിമാനത്താവളങ്ങളിലൂടെയായിരിക്കും ഈ നിർദ്ദിഷ്ട റെയിൽപാത കടന്നു പോവുക എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം, നെടുമ്പാശ്ശേരി, കരിപ്പൂർ വിമാനത്താവളങ്ങളോട് ചേർന്നായിരിക്കും ഈ ഒരു നിർദ്ദിഷ്ട ഹൈസ്പീഡ് റെയിൽ കടന്നു പോവുക. 3 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിലേക്ക് എത്താൻ കഴിയുന്ന വിധമായിരിക്കും ഈ ഒരു പദ്ധതി വിഭാവനം ചെയ്യുന്നത്. അതിവേഗ റെയിൽപാത 180 കിലോമീറ്റർ വേഗത്തിലായിരിക്കും ട്രെയിനുകൾക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ അരമണിക്കൂർ കൂടുമ്പോൾ വീതം ട്രെയിനുകൾ കടന്നു പോകും. യാത്രാ ചെലവ് താരതമ്യേന കുറവാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ 780 രൂപയായിരിക്കും ടിക്കറ്റ് നിരക്ക്. അതുപോലെ തന്നെ തിരുവനന്തപുരം കോഴിക്കോട് 640 രൂപ, തിരുവനന്തപുരം കൊച്ചി 440 രൂപ എന്നിങ്ങനെയാണ് ഇപ്പോൾ ടിക്കറ്റിൻ്റെ നിരക്ക് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇത് താരതമ്യേന വളരെ കുറവ് തന്നെയാണ്. ഇപ്പോഴത്തെ വന്ദേ ഭാരതിൻ്റെയും അതുപോലെ തന്നെ പ്രീമിയം ബസ്സുകളുടെയൊക്കെ ടിക്കറ്റ് നിരക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ കുറഞ്ഞ നിരക്ക് തന്നെയാണ്. സൗരോർജ്ജ കൂടുതലായി ഉപയോഗപ്പെടുത്തി, അതായത് സ്റ്റേഷനും അതേപോലെ ഈ ഒരു റെയിൽവേക്ക് വേണ്ടി ഏറ്റെടുക്കുന്ന മേഖലകളിലും കൂടുതൽ സൗരോർജ്ജ പാനലുകൾ സ്ഥാപിച്ച് കൂടുതൽ സൗരോർജ്ജം ഈ ഒരു പദ്ധതിക്കായിട്ട് ഉപയോഗിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ വിഭാവനം ഉണ്ടായിരിക്കുന്നത്. കൊങ്കൺ റെയിൽവേ മാതൃകയിൽ തന്നെയായിരിക്കും നിർമ്മാണം ഉണ്ടാവുക. 56,500 കോടി രൂപയാണ് നിലവിൽ ഇതിൻ്റെ പൂർത്തീകരണ ചെലവ് കണക്കാക്കുന്നത്. ഒരുപക്ഷെ അതിൽ അല്പം വ്യത്യാസം വന്നേക്കാം. എന്തുതന്നെയാണെങ്കിലും കേന്ദ്രത്തിൻ്റെ അനുവാദം ഉടൻ ലഭിക്കും. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. സംസ്ഥാനത്ത് BJP അധികാരത്തിൽ വരികയാണെങ്കിൽ ഇത് വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാനാകുമെന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതിൻ്റെ കാരണം നടപടിക്രമങ്ങൾ കുറെ കൂടി വേഗത്തിൽ പൂർത്തീകരിക്കാൻ മാറുന്ന സാഹചര്യത്തിൽ സാധിക്കുമെന്നൊരു കാര്യവും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്നാണെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ മുൻപേ ആണ് ഇപ്പോൾ ഈ പദ്ധതി. കേന്ദ്രത്തിൻ്റെ അനുവാദത്തോടെ ഈ നടപടികൾക്ക് തുടക്കമിടാൻ സാധിക്കുമെങ്കിലും ഭൂമി ഏറ്റെടുക്കലും മറ്റും സംസ്ഥാന സർക്കാരാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ ചെലവിൽ ഒരു ഷെയറും സംസ്ഥാന സർക്കാരാണ് വഹിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ മാത്രമേ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയൂ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. അപ്പോൾ
CV അനുമോദ് ഈ ശ്രീധരനുമായി വീണ്ടും സംസാരിച്ചിട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. അപ്പോൾ ചില വ്യക്തത കുറവുകൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അപ്പോൾ പോലും ശ്രീധരൻ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ മറ്റ് പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളേക്കാൾ കൂടുതൽ സൗകര്യപ്രദമാകുന്ന പദ്ധതിയാണ്, സാധാരണക്കാർക്ക് കുറച്ചുകൂടി ഉപകാരപ്പെടുന്നതാണ്. മറ്റ് ഒഴിവാക്കപ്പെട്ട 2 ജില്ലകളെ കൂട്ടിയോജിപ്പിക്കാൻ പറ്റുന്നു എന്ന പ്രത്യേകതകളൊക്കെയുണ്ട്. അപ്പോൾ ഏതായാലും വലിയ തോതിൽ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ശ്രീധരൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണണം ഇതിന്റെ ഭാവി എന്താണെന്ന് അറിയാൻ. സംസ്ഥാനത്തെ സംബന്ധിച്ചാണെങ്കിൽ സംസ്ഥാനം ഈ അതിവേഗ റെയിൽ എന്നത് നമ്മളുടെ ഈ മാറുന്ന ജീവിത സാഹചര്യത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നായി മാറിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കേരളം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാരിൽ നിന്നൊക്കെയുള്ള സമീപനത്തിന്. കേരളത്തിന് അതിവേഗ റെയിൽ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അത് ലഭിച്ചില്ല. 6 റെയിൽ കോറിഡോറുകൾ പ്രഖ്യാപിച്ചപ്പോഴും കേരളത്തെ തഴയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. കേന്ദ്രത്തിന്റെ വാക്കാലുള്ള അനുമതിയിലാണ് ഇപ്പോൾ DMRC ഇതിനായി റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. എന്നാൽ പദ്ധതിക്കായി DPR തയ്യാറാക്കാൻ ഔദ്യോഗികമായി DMRCയെ കേന്ദ്ര റെയിൽ മന്ത്രാലയം ചുമതലപ്പെടുത്തിയോ എന്നിട്ടുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ ഈ ശ്രീധരൻ ചെയ്യുന്ന ഈ പ്രവർത്തികൾ അതിൻ്റെ പ്രായോഗികമാക്കാൻ പറ്റുന്ന സാഹചര്യം എത്ര എന്നത് നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. നേരത്തെ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനികുമാർ വൈഷ്ണവ് വാർത്താസമ്മേളനം നടത്തുമ്പോൾ, ബജറ്റിന് ശേഷം വാർത്താസമ്മേളനം നടത്തുമ്പോൾ ഈ കാര്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ ശ്രീധരന്റെ എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ, അത് ഔദ്യോഗികമാണോ എന്ന് ചോദിക്കുമ്പോൾ അത്തരമൊരു വ്യക്തത അദ്ദേഹം നൽകിയിട്ടില്ല. ഈ ശ്രീധരനെ പുകഴ്ത്തി സംസാരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഈ ശ്രീധരന്റെ പ്രവർത്തികളെ വിലമതിക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. പക്ഷേ ഇത്തരമൊരു കർത്തവ്യം അദ്ദേഹത്തിന് ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് പ്രായോഗികമാകുമോ സാധ്യമാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. പേരെന്തായാലും അതിവേഗ റെയിൽ വരണം എന്നത് തന്നെയാണ് ഓരോ മലയാളിയും ആഗ്രഹിക്കുന്നത്. അത് നടക്കുമോ ഇല്ലയോ എന്നതൊക്കെ കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ ശ്രീധരൻ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ കൂടുതൽ അനുയോജ്യമാകുന്നതാണ് കേരളത്തിന്റെ സാഹചര്യത്തിന് എന്ന് തോന്നുന്നു. നടന്നാൽ നല്ലത്. പശ്ചിമേഷ്യയിൽ എന്ത് സംഭവിക്കുമെന്ന ആശങ്ക കഴിഞ്ഞ എത്രയോ മാസങ്ങളായി നിലനിൽക്കുകയാണ്. ഏത് നിമിഷവും യുദ്ധമുണ്ടാകാമെന്ന ഭീഷണി നിലനിന്ന ദിവസങ്ങളുണ്ട്. എന്നാൽ ആ ദിവസങ്ങൾ കടന്നുപോയി. സർവ്വസന്നാഹങ്ങളും ഒരുക്കി അമേരിക്ക കാത്തിരിക്കുകയാണ്. 10 ദിവസത്തെ സമയം ട്രംപ് അനുവദിച്ചു. അപ്പോഴും വെല്ലുവിളികൾ തുടരുന്നു. ഒരു ഭാഗത്ത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഇറാനിലുള്ള പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഏറ്റവും പെട്ടെന്ന് മടങ്ങിയെത്താനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എന്താണ് അമേരിക്കയ്ക്കും ഇറാനുമിടയിൽ സംഭവിക്കുന്നത് എന്നതാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. ഇറാൻ വിഷയത്തിൽ ട്രംപിന്റെ അവസാനത്തെ പ്രതികരണം വരുമ്പോൾ ടെഹ്റാനുമായി നയതന്ത്ര കരാറാണ് താൻ ഇഷ്ടപ്പെടുന്നത് എന്നതാണ് ട്രംപ് ആവർത്തിച്ച് പറയുന്നത്. കഴിഞ്ഞ ദിവസം പോലും ട്രംപ് ആവർത്തിച്ച് പറയുന്നു അത് താൻ ഒരു യുദ്ധത്തിന് ആഗ്രഹിക്കുന്നില്ല, ടെഹ്റാനുമായി നയതന്ത്ര കരാറാണ് താൻ ഇഷ്ടപ്പെടുന്നത് എന്നത്. പക്ഷേ തൊട്ടടുത്ത വാചകത്തിൽ തന്നെ ഭീഷണിയുമുണ്ട്. ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ട്രംപ് തൊട്ടടുത്ത വരിയിൽ നൽകുന്നത്. ഒരു കരാർ ഉണ്ടാക്കാതിരിക്കുന്നതിനേക്കാൾ തനിക്ക് താല്പര്യം ഒരു കരാർ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ നമ്മളൊരു കരാർ ഉണ്ടാക്കുന്നില്ല എങ്കിൽ അത് ആ രാജ്യത്തിനും വളരെ സങ്കടകരമായിരിക്കും എന്ന ഒരു മുന്നറിയിപ്പാണ് ട്രംപ് നൽകുന്നത്. ആ രാജ്യത്തിനും അവിടുത്തെ ജനങ്ങൾക്കും വളരെ മോശം ദിവസമായിരിക്കും പിന്നീട് ഉണ്ടാവുക എന്ന ഭീഷണിയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അവർ മഹത്തരവും അത്ഭുതകരവുമാണ്, അതുപോലൊന്നും അവർക്കൊരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് പിന്നീട് തോന്നുന്ന വിധത്തിലുള്ള തിരിച്ചടി ഉണ്ടാകും എന്ന വലിയ ഭീഷണിയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മലയാളത്തിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഞാൻ പറയുന്ന രീതിയിൽ ഈ കരാറിൽ ഏർപ്പെടൂ, അല്ലെങ്കിൽ പണി കിട്ടും എന്ന് ട്രംപ് പറയുകയാണ്. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രതികരണം. ഇറാനെ സൈനികപരമായി നേരിട്ടാൽ അപ്രതീക്ഷിത നഷ്ടങ്ങളും വലിയ തിരിച്ചടിയും ഉണ്ടാകുമെന്ന് ട്രംപിന് പെന്റഗൺ മുന്നറിയിപ്പ് നൽകിയെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു മുന്നറിയിപ്പാണ് പെന്റഗൺ ഇറാനെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ട്രംപിന് നൽകിയിരുന്നത്. അമേരിക്കയുടെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ ഡാൻ കെയ്നെയാണ് ഈ മുന്നറിയിപ്പ് നൽകിയതെന്ന് വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇത് പൂർണ്ണമായും തള്ളുകയായിരുന്നു ട്രംപ്. ഇറാനെതിരായ സൈനിക നടപടിയോട് ഡാൻ കെയ്ന ഉൾപ്പെടെയുള്ളവർക്ക് വിയോജിപ്പുണ്ടെന്ന വാർത്ത വെറും
കെട്ടുകഥയാണ്, അടിസ്ഥാനരഹിതമായ വാർത്തകളാണ് പ്രചരിക്കുന്നത് എന്നതാണ് ട്രംപ് പ്രതികരിച്ചത്. സൈനിക നടപടി തീരുമാനിക്കേണ്ടത് താൻ മാത്രമാണ് എന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു. ഇതിൽ അന്തിമ തീരുമാനമെടുക്കുക താൻ മാത്രമായിരിക്കും എന്നതാണ് ട്രംപ് പറഞ്ഞത്. അതിന് പിന്നാലെയാണ് ഇറാന് ശക്തമായ മുന്നറിയിപ്പ് കൂടി ട്രംപ് ഈ സന്ദേശത്തിൽ നൽകുന്നത്. അപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഈ ഭീഷണി എന്ന് പറയുന്നത് ആവർത്തിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. നമുക്കറിയാം, കൃത്യമായ ഇടവേളകളിൽ ട്രംപ് ഈ ഭീഷണി ഉയർത്തുന്നുണ്ട്. ട്രംപ് ഭീഷണി ഉയർത്തുമ്പോഴൊക്കെ തുല്യമായ രീതിയിൽ അതിനോട് ചെറുത്തുനിൽപ്പ് നടത്തുന്നുണ്ട് ഇറാൻ എന്നതുകൂടി നമ്മൾ കാണണം. ഇപ്പോൾ ട്രംപിന്റെ ഭീഷണി ഉയരുമ്പോൾ തന്നെ ഇസ്രയേലും സമാനമായ നിലയിൽ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇസ്രയേലിനെ ആക്രമിക്കാൻ ഇറാൻ മുതിരുകയാണെങ്കിൽ ചിന്തിക്കുന്നതിനും അപ്പുറത്തുള്ള പ്രത്യാഘാതങ്ങളും തിരിച്ചടിയും നേരിടേണ്ടി വരുമെന്നാണ് അമേരിക്കയ്ക്ക് പിന്നാലെ ഇസ്രയേലും പറയുന്നത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് ഈ ഭീഷണി ഉയർത്തുന്നത്. ഇസ്രയേൽ പാർലമെന്റായ സെനറ്റിൽ സംസാരിക്കവെയാണ് നെതന്യാഹു ഈ ഭീഷണി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയുടെ ഭീഷണി ഒരു ഭാഗത്ത്, അതിന് പിന്നാലെ തന്നെ ഇസ്രയേലിന്റെ ഭീഷണിയും വരികയാണ്. ഏത് സാഹചര്യവും നേരിടാൻ രാജ്യം സുസജ്ജമാണെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏതൊരു പ്രകോപനത്തിനും അതിശക്തമായ ഭാഷയിലായിരിക്കും മറുപടി നൽകുക എന്നതാണ് നെതന്യാഹു വ്യക്തമാക്കിയത്. അപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഭീഷണിയാണ് ഇറാനെതിരെ ഉണ്ടാകുന്നത്. ഒന്ന് ട്രംപിന്റെ ഭാഗത്തുനിന്ന്, മറ്റൊന്ന് ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന്. ട്രംപ് പിന്മാറാത്തതിന്റെ കാരണം പോലും ഇസ്രയേലാണ് എന്ന തരത്തിൽ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സാഹചര്യത്തിലും പതറാതെ നിൽക്കുകയാണ് ഇറാൻ. സേനാ വിന്യാസം കാട്ടിയുള്ള അമേരിക്കയുടെ മുന്നറിയിപ്പും അന്ത്യശാസനവും തുടരുമ്പോഴും ഏകപക്ഷീയമായ കരാറുകൾക്ക് ഒരു തരത്തിലും വഴങ്ങില്ല എന്ന നിലപാട് തന്നെയാണ് ഇറാൻ സ്വീകരിക്കുന്നത്. ഇരുഭാഗത്തിനും ഗുണമുള്ള സാഹചര്യം ഒരുങ്ങുന്നതിനനുസരിച്ചായിരിക്കും ചർച്ചകളുടെ വിജയം എന്നതാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഒരു തരത്തിലും ഇറാൻ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് ഈ സമയത്തും ആവർത്തിച്ച് പറയുകയാണ്. ഒരു തരത്തിലും ഏകപക്ഷീയമായ ഒരു കരാറിലേക്ക് കാര്യങ്ങൾ എത്തില്ല എന്ന സന്ദേശം തന്നെയാണ് ഇറാൻ നൽകിയിട്ടുള്ളത്. در مورد مبحث خاتمه تحریم‌های ظالمانه آمریکا روشن هست و هم این که دیدگاه‌هامون راجع به مباحث هسته‌ای دیدگاه آمریکایی را هم به خوبی ازش مطلع هستیم، در صورتی که حسن نیت و جدیت در هر دو سوی مذاکره وجود داشته باشه میتوان به نتیجه امیدوار بود. ما الان در مرحله تدوین دیدگاه‌هامون هستیم و امیدواریم که ظرف 2-3 روز آینده در جلسه‌ای که اعلام کردن آقای دکتر عراقچی بتونیم یک دور دیگه‌ای رو داشته باشیم. അപ്പോൾ ഒരു തരത്തിലും തങ്ങളുടെ താൽപര്യങ്ങൾ ബലികഴിക്കില്ല എന്നതാണ് ഇറാൻ ആവർത്തിച്ച് പറയുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധനയ്ക്ക് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയെ അനുവദിക്കുന്നതും കൃത്യമായ പ്രോട്ടോക്കോളുകൾക്കും പാർലമെന്റ് അനുമതിക്ക് ശേഷം മാത്രമാകും എന്നത് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. വ്യാഴാഴ്ച നടക്കുന്ന ചർച്ചകൾക്ക് മുന്നോടിയായി ഒമാന്റെ നേതൃത്വത്തിൽ വിവിധ കക്ഷികളുമായി തിരക്കിട്ട ചർച്ചകളും നടക്കുകയാണ്. ഒരു വിഭാഗത്തിന് മാത്രം ഗുണമുള്ള ധാരണകൾ അംഗീകരിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട എന്നതാണ് ഇറാൻ വിദേശകാര്യ വക്താവ് വ്യക്തമാക്കുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലെ IAEA പരിശോധനയ്ക്ക് കൃത്യമായ ഉപാധികൾ ഉണ്ടാകും എന്ന കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കി. അതായത് അമേരിക്ക പറയുന്നത് പോലെയുള്ള നിർദ്ദേശങ്ങൾ തങ്ങൾ പാലിക്കില്ല എന്ന് ആവർത്തിക്കുകയാണ് ഇറാൻ. അതേസമയം തന്നെ ഇറാനിൽ വീണ്ടും പ്രക്ഷോഭം ഉടലെടുക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. സർവകലാശാലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വീണ്ടും ഭരണകൂട പ്രക്ഷോഭങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. പുതിയ സെമസ്റ്റർ ആരംഭിച്ചതിന് പിന്നാലെയാണ് ഖമനേയിക്കെതിരെ പോസ്റ്ററുകൾ ഉയർത്തിയും മറ്റും വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഉയരുന്നത്. റിസാ പഹ്ലവി തിരിച്ചു വരണം എന്ന ആവശ്യമുയരുന്നുണ്ട്. സർവകലാശാലകളിൽ മുദ്രാവാക്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു. പ്രക്ഷോഭകരെ സൈന്യം നേരിട്ടതോടെ നിരവധി പേർക്ക് പരിക്കേറ്റതായുള്ള വാർത്തകൾ കൂടി പുറത്തുവരുന്നു. അപ്പോൾ ഒരേ സമയം അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഭീഷണിയും ആഭ്യന്തര പ്രശ്നങ്ങളും ഇറാനെ അലട്ടുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതിനിടെ ഇറാനിലെ ആയിരക്കണക്കിന് ജനങ്ങളുടെ ഫോണുകളിലേക്ക് അജ്ഞാത SMS എത്തിയെന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. പേർഷ്യൻ ഭാഷയിലുള്ള സന്ദേശത്തിൽ അമേരിക്കൻ പ്രസിഡന്റ്
പറയുന്നത് ചെയ്യുന്ന ആളാണ് എന്ന സന്ദേശമാണ് വരുന്നത്. കാത്തിരുന്ന് കാണൂ എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. യുദ്ധഭീഷണിയിലൂടെ ജനങ്ങളെ ആശങ്കയിലാക്കാനും ആണവ ചർച്ചയിൽ ഇറാനെ സമ്മർദ്ദത്തിലാക്കാനുമുള്ള അമേരിക്കൻ തന്ത്രമാണ് ഇത് എന്നതാണ് വിലയിരുത്തുന്നത്. അത്തരം റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്നത്. എന്തായാലും ട്രംപ് പറയുന്നത് ചെയ്യുന്നയാളാണ് എന്ന് പറയുമ്പോൾ താൻ യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ നീക്കുന്നത് എന്നത് ട്രംപ് ആവർത്തിച്ച് പറയുന്നു. അപ്പോൾ ഒരു യുദ്ധം വരുന്നു എന്ന് ജനങ്ങളിലേക്ക് സന്ദേശം എത്തിക്കുകയാണ് ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. ഇറാനിൽ വീണ്ടും പൊട്ടിപ്പുറപ്പെടുന്ന ആഭ്യന്തര പ്രക്ഷോഭങ്ങളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇറാനിലെ സർക്കാരിനെ അട്ടിമറിക്കാൻ ട്രംപ് പരസ്യമായ ആഹ്വാനം തുടരുന്നതിനിടെയാണ് പലയിടത്തും വീണ്ടും പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. അമേരിക്കയാണെങ്കിൽ ഇറാന് സമീപത്തേക്ക് സൈനിക സന്നാഹം വിപുലപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഏത് സമയത്തും ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീളും എന്നൊരു സാഹചര്യം തന്നെ അവിടെ നിലനിൽക്കുന്നു. ആ ഘട്ടത്തിൽ രാജ്യം വിടാനുള്ള നിർദ്ദേശങ്ങളാണ് മറ്റ് രാഷ്ട്രങ്ങൾ ഇപ്പോൾ നൽകുന്നത്. ഇറാൻ അമേരിക്ക സംഘർഷ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സൈനിക നീക്കങ്ങൾ ഉണ്ടായേക്കാമെന്ന ഭീതിയിലാണ് ഇറാനിലുള്ള പൗരന്മാർക്ക് ഓരോ രാജ്യങ്ങളും രാജ്യം വിടാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ത്യ അത്തരമൊരു നിർദ്ദേശം പൗരന്മാർക്ക് നൽകിക്കഴിഞ്ഞു. ലഭ്യമായ ഗതാഗത മാർഗം ഉപയോഗിച്ച് എത്രയും വേഗം രാജ്യം വിടണമെന്നതാണ് പൗരന്മാരോട് ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർത്ഥാടകർ, വാണിജ്യ ആവശ്യത്തിന് പോയ ആളുകൾ, വിദ്യാർത്ഥികൾ, ടൂറിസ്റ്റുകൾ അടക്കമുള്ള ആളുകളോടാണ് ഉടൻ തന്നെ ഇറാൻ വിടാനുള്ള നിർദ്ദേശം ഇന്ത്യ നൽകിയിരിക്കുന്നത്. പൗരന്മാർക്ക് സഹായത്തിന് വേണമെങ്കിൽ എംബസിയെ ബന്ധപ്പെടാമെന്ന ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹെൽപ്പ് ലൈൻ നമ്പറുകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പൗരന്മാർ പാസ്പോർട്ട് അടക്കമുള്ള രേഖകൾ ഏത് സമയവും കയ്യിൽ കരുതണം എന്ന കാര്യം ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അമേരിക്ക നേരത്തെ തന്നെ പൗരന്മാർക്ക് ഇത്തരമൊരു നിർദ്ദേശം നൽകുകയും അവരുടെ പൗരന്മാരെ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. പൗരന്മാർ ഉടൻ ഇറാൻ വിടണം എന്ന് സെർബിയയും സ്വീഡനും ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ രാഷ്ട്രങ്ങളും അവരവരുടെ പൗരന്മാരെ സുരക്ഷിതരാക്കാനുള്ളൊരു നീക്കം ഇതിനോടകം തുടങ്ങിയിരിക്കുകയാണ്. പൗരന്മാരോട് ഇറാൻ വിടാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഏറ്റവും അടിയന്തര സാഹചര്യങ്ങളിലല്ലാതെ ആരും ഇറാനിൽ തുടരേണ്ടതില്ല എന്ന കാര്യമാണ് മറ്റു രാഷ്ട്രങ്ങൾ നൽകിയിരിക്കുന്നത്. അതേപോലെ ഒരു നിർദ്ദേശം ഇന്ത്യയും നൽകിയിട്ടുണ്ട്. എംബസിയുമായി ബന്ധപ്പെട്ട് സാഹചര്യങ്ങൾ വിലയിരുത്തി മുന്നോട്ട് പോവുക എന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. സംഘർഷ സാഹചര്യം തുടരുന്നതിനിടെ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെ പിടികൂടിയ ദൌത്യം പൂർത്തിയാക്കി മടങ്ങുകയായിരുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാർഡ് ഫോർഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ഗ്രീസ് സമുദ്രാതിർത്തിയിൽ എത്തി കാത്തുകിടക്കുകയാണ്. ഇറാനുമായി ആണവ വിഷയത്തിൽ ധാരണയിൽ എത്തിയില്ല എങ്കിൽ നിയന്ത്രിതമായ തോതിലെങ്കിലും ആക്രമണത്തിന് അമേരിക്ക തയ്യാറാകും എന്നതിന്റെ സൂചനകളാണ് ട്രംപ് ഒരുക്കുന്ന ഈ സന്നാഹങ്ങളെല്ലാം കാണിക്കുന്നത്. ആ സാഹചര്യം മനസ്സിലാക്കിയാണ് ഓരോ രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരെ തിരിച്ചു വിളിക്കുകയും ചെയ്യുന്നത്. പരിമിതമായ ആക്രമണം എന്ന ആശയം ഇറാന്റെ സുപ്രീം നേതാവ് അയത്തുള്ള അലി ഖമനേയും വിദേശകാര്യ മന്ത്രാലയവും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഏതൊരാക്രമണം ഉണ്ടായാലും ശക്തമായി നേരിടുമെന്നും US കേന്ദ്രങ്ങൾ തന്നെ ആക്രമിക്കും എന്നുമാണ് ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്ന മുന്നറിയിപ്പ്. എന്തായാലും വ്യാഴാഴ്ച നടക്കുന്ന ചർച്ച അതിലേക്കാണ് എല്ലാ പ്രതീക്ഷയും. അമേരിക്കയ്ക്ക് സ്വീകാര്യമായ ഒരു തീരുമാനത്തിലേക്ക് ഇറാനെ എത്തിക്കുക അല്ലെങ്കിൽ ആക്രമിക്കുക എന്നതാണ് ട്രംപ് എത്തിയിരിക്കുന്ന തീരുമാനം എന്നതാണ് വരുന്ന വിവരം. ഏത് തരത്തിൽ പ്രകോപനമുണ്ടായാലും തിരിച്ചടിക്കാൻ ഇറാനും തയ്യാറായി നിൽക്കുന്ന ഏതാണ്ട് യുദ്ധസമാനമായ സാഹചര്യം തന്നെയാണ് പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമാകുന്നത് വ്യാഴാഴ്ച നടക്കുന്ന ചർച്ചകളാണ്. അതിൽ അമേരിക്കയ്ക്ക് ഉതകുന്ന തരത്തിലുള്ളൊരു തീരുമാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതൊരിക്കലും സാധ്യമാകില്ല എന്ന സന്ദേശമാണ് ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് നിമിഷവും യുദ്ധമോ എന്ന സംശയം അവിടെ നിലനിൽക്കുകയാണ്. നമ്മുടെ ഫോക്കസ് വാർത്തകൾ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് സായനയാത്രയിലേക്കാണ്. സായനയാത്ര കാണാം. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം കാണാൻ കടൽ കടന്നു വരുന്നവർ ഒരു സ്ഥിരം കാഴ്ചയാണ്. കേരളത്തിലെത്തുന്ന വിദേശികൾ വരെ തേടി പിടിച്ചെത്തുന്ന പക്ഷേ സ്ഥലങ്ങൾ കുറവാണല്ലേ? അങ്ങനെ ഒരു ചായക്കടയെക്കുറിച്ച് പ്രേക്ഷകർ കേട്ടിട്ടുണ്ടോ?
അങ്ങനെ ഒരു കടയുണ്ട് മൂവാറ്റുപുഴയിൽ. അവിടേക്കാണ് ഇന്നത്തെ നമ്മുടെ സായനയാത്ര. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് മൂവാറ്റുപുഴ കടാതിപ്പാലത്തിന് സമീപത്താണ് നമ്മുടെ ചായപ്പീടിക. പുരാതനമായ കെട്ടിടത്തിലെ ഒരൊറ്റ മുറിപ്പീടിക. കോട്ടമാലിയിൽ മോഹനന്റെ ചായക്കട. ഇവിടുത്തുകാരുടെ മോഹനൻ ചേട്ടൻ. കോട്ടമാലിയിൽ മോഹനന് 2 തലമുറയായി കൈമാറി കിട്ടിയതാണ് ഈ ചായക്കട. ഭാര്യയുടെ അച്ഛനും അതിനു മുൻപ് മുത്തച്ഛനുമാണ് കട നടത്തിയിരുന്നത്. പക്ഷേ കഴിഞ്ഞ 42 വർഷമായി മോഹനൻ ചേട്ടന്റെ കയ്യിൽ ഭദ്രമാണ് ആ പാരമ്പര്യം. കടയിലെത്തുന്നവരെ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന മോഹനൻ ചേട്ടന് ഭക്ഷണം കഴിച്ച് തൃപ്തിയോടെ വേണം വരുന്നവർ തിരിച്ചു പോകാനെന്ന കാര്യം നിർബന്ധമാണ്. 42 വർഷമായി ഞാനിത് നടത്തുന്നു. രാവിലെ 7 മണിക്ക് മുതൽ രാവിലെ പുട്ട്, അപ്പം, പയറ്, കടലക്കറി, മുട്ടക്കറി, പഴം എന്നും ഉണ്ടാവും. പിന്നെ ഉച്ച കഴിഞ്ഞ് ചെറുകടികൾ വെളിച്ചെണ്ണയിലാണ് എല്ലാം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് വിദേശികൾ വരുന്നുണ്ട്, സായിപ്പന്മാർ. അവർ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിങ്ങനെ പരിചയപ്പെട്ട് അവർ ഇവിടെ അടുത്തൊരു റിസോർട്ട് പണിതു. അപ്പോൾ അവിടെ വരുന്ന ആൾക്കാർ ഇവിടെ ഉച്ച കഴിഞ്ഞ് ചായ കുടിക്കാനായിട്ട് അവർ രാവിലെ വിളിച്ചു പറയും ഇത്ര പേര് വരുമെന്ന്. അവർക്കുള്ള പലഹാരങ്ങൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കും. പരിപ്പുവട, ബോളി, പപ്പടവട, കപ്പ വറുത്തത്, പഴവർഗ്ഗങ്ങളൊക്കെ അവർക്ക് ഇഷ്ടമാണ്. അടുക്കളയിലെ പരിഷ്കാരങ്ങളൊന്നും ഇവിടെ എത്തിയിട്ടില്ല. പാചകങ്ങൾ ഗ്യാസിലേക്ക് മാറിയപ്പോഴും വിറകടുപ്പിലാണ് ഇപ്പോഴും പാചകം. അതുതന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റും. രാവിലെ പുട്ട്, അപ്പം, ചെറുപയർ, കടല, മുട്ടക്കറി എന്നിങ്ങനെ നാടൻ വിഭവങ്ങൾ. വൈകിട്ട് നല്ല മൊരിഞ്ഞ കടിയുടെ സമയമാണ്. പപ്പടവട, പരിപ്പുവട, പഴംപൊരി, നാടൻ ചെറുപഴങ്ങൾ, കപ്പ വറുത്തതെന്നിങ്ങനെ നീളും വിഭവങ്ങൾ. നാട്ടുകാർ മാത്രമല്ല, രുചി വൈവിധ്യമുള്ള ഈ ചായക്കടയിലെത്തുന്ന അതിഥികൾ ചായയും ചെറുപലഹാരങ്ങളും കഴിക്കാൻ കടൽ കടന്നും ഇവിടെ എത്തുന്നുണ്ട്. കടാതിയിൽ ധാരാളം റിസോർട്ടുകളുണ്ട്. ഇവിടെ താമസിക്കാനെത്തുന്ന വിദേശികളാണ് ഇവിടെ എത്തുന്നത്. ഇതോടെ മോഹനൻ ചേട്ടന്റെ രുചിപ്പെരുമയും കടൽ കടന്നു. പരിപ്പുവടയും പപ്പടവടയും പഴംപോളിയും ചെറുപഴങ്ങളുമാണ് വിദേശാതിഥികൾക്ക് ഏറെ ഇഷ്ടം. Banana fritters, which are very good. Yeah, very good. I haven't had this before. കടയിൽ മോഹനൻ ചേട്ടന് പൂർണ്ണ പിന്തുണയുമായി ഭാര്യ വത്സലയും ഒപ്പമുണ്ട്. ആധുനികതയുടെ പകിട്ടുകളില്ല, വലിയ ഫ്ലെക്സ് ബോർഡുകളില്ല. അപ്പോഴും കൊച്ചു ചായക്കട തേടി ഇപ്പോൾ വിദേശികളും എത്തുന്നു. എന്നാൽ മൂവാറ്റുപുഴയിലാണ് മോഹനൻ ചേട്ടന്റെ കടയുള്ളത്. അതുവഴി പോകുന്നവർക്ക് വേണമെങ്കിൽ ചായ കുടിക്കാൻ കയറാവുന്ന ഇടമാണ്. എന്തായാലും വിദേശികൾ ഉൾപ്പെടെ ഉള്ളവർ വന്നു പോകുന്ന ഇടമാണ്. നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം.